ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻട്രി RRB SSC യൂട്യൂബ് ചാനലിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു നോട്ടിഫിക്കേഷനെ പറ്റിയിട്ടാണ്. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും, നമ്മുടെ SSC CHSL എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ 2-3 ദിവസം മുമ്പ് റിലീസായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ എക്സാമിനേഷനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ റിജിൻ സർ ഒരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ ലൈവ് ടാബിൽ പോയിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ ഇനി അതുകൂടാതെ തന്നെ CHSL എക്സാമിനേഷൻസിനെ പറ്റിയിട്ടൊക്കെയുള്ള ഇഷ്ടംപോലെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വരുന്ന ഈ എക്സാമിനേഷൻ്റെ 2024 ഏപ്രിലിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ള CHSL എക്സാമിനേഷനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പ്രധാനമായിട്ടും എന്താണ് ഈ എക്സാമിനേഷൻ്റെ എക്സാം പാറ്റേൺ, അതേപോലെ തന്നെ ഈ എക്സാമിനേഷൻ്റെ സിലബസും ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, എല്ലാവർക്കും അറിയാം SSCയുടെ ഓരോ എക്സാമിനേഷനും നടക്കുന്നത് അതിൻ്റെ SSCയുടെ കാലണ്ടർ പ്രകാരമാണ്. സോ കാലണ്ടർ നേരത്തെ തന്നെ റിലീസായിട്ടുണ്ടായിരുന്നു. സോ കാലണ്ടർ പ്രകാരം 2 ഏപ്രിലിൽ നോട്ടിഫിക്കേഷൻ വരുമെന്നായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇലക്ഷനും കാര്യങ്ങളും അങ്ങനെ കുറച്ച് എക്സ്ട്രാ ആയിട്ടുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാരണം തന്നെ ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ടായിരുന്നു. സോ April 2 എന്ന് വന്നതിന് പകരമായിട്ട് നോട്ടിഫിക്കേഷൻ April 8 വന്നിട്ടുണ്ടായിരുന്നത്. സോ അപ്പോൾ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ വിൻഡോയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് പ്രകാരമുള്ള ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ആണ് നിങ്ങളിപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നത്. എല്ലാവരോടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻസ്, അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ വിൻഡോ എന്ന് പറയുന്നത് ഏകദേശം 1 മാസക്കാലമാണ്. April 8 മുതൽ May 7 വരെയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ വിൻഡോ തുറന്നിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കരുത്. ഇത് ഇന്ത്യ മുഴുവൻ ആൾക്കാർ അപ്ലൈ ചെയ്യുന്ന എക്സാമിനേഷനാണ്. സോ ചില പെർഫോമൻസ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാം. വെബ്സൈറ്റിൽ ചിലപ്പം ലാസ്റ്റ് ആകുമ്പോഴേക്കും ഓവർലോഡൊക്കെ കാരണം ഒത്തിരി തവണ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോ നിങ്ങൾ ലാസ്റ്റിലേക്ക് വെക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ ഈ എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാം. എക്സാമിനേഷൻ 2 tiers നടക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയും. സോ ഈ എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിലായിരിക്കും. സോ പ്രധാനമായിട്ടും ജൂൺ എൻഡ് ജൂലൈ സ്റ്റാർട്ടിങ് ആ സമയത്തായിരിക്കും 2024 ഈ എക്സാം നടക്കാനായിട്ട് പോകുന്നത്. സോ ഇനി ഫസ്റ്റത്തെ ടിയർ കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ കട്ട് ഓഫ് അനുസരിച്ചിട്ടാണ് സെക്കൻഡ് ടിയറിലേക്ക് നിങ്ങളെ സെലക്ട് ചെയ്യുന്നത്. സോ അതിൻ്റെ സെക്കൻഡ് ടിയർ എക്സാമിനേഷൻ്റെ ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല. അത് ടെൻറ്ററ്റീവ് ഡേറ്റ് ആണ് എന്നാണ്. അതായത് നമുക്ക് ഇതിന് ശേഷം വരുന്ന നോട്ടിഫിക്കേഷനിലായിരിക്കും ആ ഡേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ പ്രധാനമായിട്ട് ഓർക്കേണ്ട കാര്യം എന്താണ്? എക്സാമിനേഷൻ്റെ ആപ്ലിക്കേഷൻ വിൻഡോ ഇപ്പോൾ ആക്റ്റീവാണ്. നിങ്ങൾ ആരും സമയം കളയരുത്, ചാൻസ് മിസ്സും ചെയ്യരുത്, എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാം. സോ ഇനി വേക്കൻസീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പൊതുവേ ഒരു 4000 ഒക്കെ അടുത്താണ് വേക്കൻസീസ്, 4000 5000 ഒക്കെ അടുത്താണ് വേക്കൻസീസ് വരുന്നത്. അപ്പോൾ ഇവിടെയും ഏകദേശം 3700+ വേക്കൻസീസ് ആണ് ഈ വർഷവും അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, CHSL എക്സാം എന്ന് പറയുന്നത് ഒരു +2 ലെവൽ എക്സാമിനേഷൻ ആണ് അല്ലേ. സോ 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഏതൊരാൾക്കും ഈ ഒരു എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാം. 18 വയസ്സ് തൊട്ട് 27 വയസ്സ് വരെ ഉള്ളവർക്കാണ് ഈ ആപ്ലിക്കേഷൻ വിൻഡോ ആക്റ്റീവായിട്ട് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അടക്കം നമ്മുടെ നോട്ടിഫിക്കേഷനിൽ തന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ജനിച്ചിട്ടുള്ളത് August 2, 97 ശേഷവും അതുപോലെ തന്നെ 2006 August 1 മുമ്പുമാണെങ്കിൽ ഈ ഒരു കാലയളവിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ജനനമെങ്കിൽ, ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ആവുന്നുവെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി കുറച്ച് ദിവസങ്ങളിലോ അല്ലെങ്കിൽ വർഷങ്ങളിലോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയവർ നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങളൊരു റിസർവ്ഡ് കാറ്റഗറിയിലുള്ള ആളാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ OBCയോ SCയോ STയോ അങ്ങനെയുള്ള ഏതെങ്കിലും റിസർവ്ഡ് കാറ്റഗറിയിലുള്ള ആളാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ട് വീണ്ടും റിലാക്സേഷൻ ക്ലെയിം ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ റിലാക്സേഷൻ വരുന്നത് നിങ്ങളുടെ കാറ്റഗറി വൈസാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാറ്റഗറി പ്രൂവ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ റെഡി ആയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അത് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് ചോദിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം മാത്രം എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ പ്രധാനമായിട്ടും 3 പോസ്റ്റുകളിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത് അല്ലേ. ഡേറ്റ എൻട്രി ഓപ്പറേറ്ററും LDC, അതായത് നമ്മുടെ ലോവർ ഡിവിഷൻ ക്ലർക്കും പിന്നെ JSA ജൂനിയർ സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റും, ഈ 3 പോസ്റ്റുകളിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. സോ അപ്പോൾ ഇതൊക്കെ കംപ്ലീറ്റ്ലി ക്ലറിക്കൽ ആയിട്ടുള്ള പോസ്റ്റുകളാണ്, ഫീൽഡ് ഡ്യൂട്ടി ഒന്നും അല്ല.
മോർണിംഗ് ടു ഈവനിങ് നിങ്ങൾ ഓഫീസിലിരുന്ന് ചെയ്യേണ്ട ജോലികളാണ്. സോ പ്രധാനമായിട്ടും ഇരിക്കുക. അതിന് നിങ്ങളുടെ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് സിറ്റിങ്ങും സ്റ്റാൻഡിങ്ങും റൈറ്റിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ കുറച്ച് ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സോ നിങ്ങളുടെ ഡിസബിലിറ്റിയുടെയൊക്കെ പെർസെൻറ്റേജ് അനുസരിച്ച് നോട്ടിഫിക്കേഷനിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ അതും നിങ്ങൾക്ക് അങ്ങനെയുള്ളവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇത് കംപ്ലീറ്റ്ലി ഡെസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ജോബാണ് വരുന്നത്. ഇനി നമ്മുടെ ബേസിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. ഇതിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലും ജസ്റ്റ് ഒന്നും കൂടി പറയാം. സോ ബേസിക് ആയിട്ടും 12th സ്റ്റാൻഡേർഡ് ആണ് നമുക്ക് ഇവിടേക്ക് വേണ്ടത്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ 2-3 പോസ്റ്റുകളാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഡേറ്റ എൻട്രി ഓപ്പറേറ്ററും അതേപോലെ തന്നെ JSAയും പിന്നെ LDC ആണ്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന പോസ്റ്റ് DEO അല്ലെങ്കിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്ററിലേക്കാണെന്നുണ്ടെങ്കിൽ സോ 12th സ്റ്റാൻഡേർഡ് ആണ് നിങ്ങളുടെ. 12th സ്റ്റാൻഡേർഡ് പാസ് ആയിരിക്കണം, മിനിമം മാർക്സ് ഒന്നുമില്ല, 12th സ്റ്റാൻഡേർഡ് പാസ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേസമയം നിങ്ങൾ LDC ആൻഡ് JSA പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇത് ഞാൻ ഫസ്റ്റ് കാണിച്ചത് DEO ഗ്രേഡ് 1ലേക്കാണ്. ഇനി ഗ്രേഡ് Aയിലേക്ക് ാണ്. അതല്ലാതെ ബിയും സിയും ഒക്കെ വേറെ വരുന്നുണ്ട് അല്ലേ. സോ ആ പോസ്റ്റുകളിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടെ ഏത് സ്ട്രീം ആണെന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു എന്താ പറയുക ഡിസ്റ്റിങ്ഷനും ഇല്ല. ഡയറക്റ്റ്ലി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ബോർഡിൽ നിന്നും അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ 12th പാസ്സായിട്ടുണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പൊതുവെ എല്ലാവർക്കും വരുന്നൊരു ഡൗട്ടാണ്, ഇപ്പം 12th കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ ഇപ്പം അപ്പിയർ ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഇപ്പം നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അതായത് 18 വയസ്സ് കഴിയണം കേട്ടോ, അതുണ്ട്, ഏജ് കാറ്റഗറി എന്തായാലും ഉണ്ട്. സോ 18 വയസ്സ് കഴിഞ്ഞ് ഈ വർഷം ഇപ്പോൾ ഏപ്രിലിൽ നിങ്ങൾ അല്ലെങ്കിൽ മെയ്യിൽ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ എക്സാമിനേഷൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഏജ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ August 1 ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഡേറ്റിന് മുമ്പ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അപ്ലൈ ചെയ്യാം. നമുക്കറിയാം സർട്ടിഫിക്കറ്റ് കിട്ടും. നിങ്ങളിപ്പോൾ +2 എഴുതിയിരിക്കുകയാണ്, ഇനി നിങ്ങൾ പാസ്സാവുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അപ്ലൈ ചെയ്തോളൂ. ഓക്കെ, ഇനി പാസ്സാവുമെന്ന് നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിലും അപ്ലൈ ചെയ്തോളൂ. കാരണം ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് ആകെ 100 രൂപയാണ് വരുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒരു 100 രൂപേൻ്റെ കേസേ ഉള്ളൂ. അതിന് പെൺകുട്ടികൾക്കാണെങ്കിലോ ആപ്ലിക്കേഷൻ ഫീസ് ഒന്നും തന്നെ ഇല്ല. സോ അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കേണ്ട. ഒരു ഓപ്പർച്യൂണിറ്റി വെറുതെ കളയേണ്ട കാര്യമല്ലല്ലോ. ജസ്റ്റ് ഒരു 100 രൂപയുടെ കേസല്ലേ ഉള്ളൂ. ഓക്കെ, സോ നിങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. ഇനി ചെറിയ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും സാരമല്ല, പേടിക്കേണ്ട, അപ്ലൈ ചെയ്തോളൂ. ഓക്കെ, കാരണം ഈ വർഷം +2 പാസ്സായവർക്കും എക്സാം എഴുതാനുള്ള എലിജിബിലിറ്റി ഉണ്ട്. നിങ്ങളൊരു ചാൻസ് വെറുതെ കളയേണ്ട കാര്യമില്ല. അതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എക്സാമിനേഷനെ പറ്റിയിട്ടാണ്. സോ എന്താണ് CHSL എക്സാമിനേഷൻ? കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ ആണ്. SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ കീഴിൽ വരുന്ന എക്സാമിനേഷനാണിത്. പ്രധാനമായിട്ടും 3 പോസ്റ്റുകളാണ്, DEOയും LDCയും അതുപോലെ തന്നെ JSAയും. ഇവിടെ പോസ്റ്റൽ അസിസ്റ്റൻറ്റും സോർട്ടിംഗ് അസിസ്റ്റൻറ്റും ഉണ്ടായിരുന്നു. അതിപ്പോൾ പക്ഷേ SSC CGL എക്സാമിനേഷൻ്റെ കൂടെയാണ് പോകുന്നത്. സോ പ്രധാനമായിട്ടും ഈ 3 പോസ്റ്റുകളിലേക്കാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻസ് വരുന്നത്. അപ്പോൾ ഈ 3 പോസ്റ്റുകളിലായിട്ട് ഏകദേശം 4000-ൻ്റെ അടുത്ത് വേക്കൻസീസ് ആണ് ഫില്ല് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, എങ്ങനെയാണ് അപ്പോൾ ഈ എക്സാമിന് അപ്ലൈ ചെയ്യേണ്ടത്? SSCയുടെ എല്ലാ എക്സാമിനേഷനും പോലെ തന്നെ SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ്. ഇപ്പം NIC.in അല്ല, ഇപ്പോൾ gov.in ആണ്. അവിടെ പോവുക, നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം, എന്നിട്ട് വരുന്ന ഓരോ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഡയറക്റ്റ്ലി നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. SSC RRB കോഴ്സുകൾക്ക് നിങ്ങൾ ഇതുവരെ കാണാത്തത്ര പ്രൈസ് ഡ്രോപ്പ്. യെസ്, ദ ഗ്രേറ്റ് എൻട്രി സെയിൽ ബിഗിൻസ്. നിങ്ങളുടെ ഫേവറേറ്റ് കോഴ്സ് ഈ കാണുന്ന ഏതെങ്കിലും ഒന്നാണെങ്കിൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ക്യാഷ് ബാക്സ്, ഡിസ്കൗണ്ട്സ്, ഫ്രീ ആഡ് ഓൺ കോഴ്സസ് തുടങ്ങി നിങ്ങൾക്ക് ഇന്നേ വരെ ലഭിക്കാത്ത ഏറ്റവും ബെസ്റ്റ് ഓഫേഴ്സിൽ നിങ്ങളുടെ ഫേവറേറ്റ് കോഴ്സ് സ്വന്തമാക്കാം. ഇന്നു മുതൽ തുടങ്ങുന്ന ഈ ഗ്രേറ്റ് എൻട്രി സെയിലിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക. ഓർക്കുക, ദിസ് ഇസ് എ ലിമിറ്റഡ് ടൈം ഓഫർ, സോ രജിസ്റ്റർ സൂൺ. ഇനി പറയുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ ഫീസാണ്. അതെല്ലാവർക്കും അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് 100 രൂപ മാത്രമാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളായിരിക്കും, നമ്മൾ പല വീഡിയോസിലും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെലക്ഷൻ പ്രൊസീജിയറും, അതായത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്മുടെ എക്സാം പാറ്റേണും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസും ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ പണ്ടൊക്കെ നമ്മുടെ SSC CGLനും CHSLനും 2 tier എക്സാം ഒന്നും ആയിരുന്നില്ല, 3-4 tier എക്സാംസ്, ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള പേപ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു. സോ
സോ മേ ബി നമുക്ക് പറയാം പണ്ട് കുറച്ചും കൂടി കഷ്ടപ്പാടായിരുന്നു ആക്ച്വലി എക്സാം ക്രാക്ക് ചെയ്യാൻ. പക്ഷേ ഇപ്പോൾ അങ്ങനെയില്ല, കംപ്ലീറ്റ്ലി ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ബേസ്ഡ് ആയിട്ടാണ് നമ്മുടെ എക്സാം നടക്കാൻ പോകുന്നത്. സോ CHSL എക്സാമിന് 2 tier ആണുള്ളത്, Tier 1ഉം Tier 2ഉം. ഇത് രണ്ടും റിലേറ്റഡ് ആണ്. എന്ത് റിലേഷൻഷിപ്പാണ് വരുന്നതെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. സോ CHSL എക്സാമിനേഷൻ്റെ 2 tier-ഉം ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. എന്ന് വെച്ചാൽ കറക്കിക്കുത്തേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം 4 ഓപ്ഷൻസിൽ നിന്ന് കറക്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മുടെ സെലക്ഷൻ പ്രൊസീജിയറിൻ്റെ ഒരു ഓവർവ്യൂ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. Tier 1 ആൻഡ് Tier 2 രണ്ടും കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. സോ Tier 1 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി 4 സബ്ജക്റ്റ് മാത്രം ഉണ്ടാകും. എന്നാൽ Tier 2വിലേക്ക് പോകുമ്പോൾ അതിൻ്റെ കൂടി ഒരു സ്കിൽ ടെസ്റ്റും അല്ലെങ്കിൽ ഒരു ടൈപ്പിംഗ് ടെസ്റ്റും ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ ഇത് ഡെസ്ക് ജോബ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലേ, ഡേറ്റ എൻട്രി ഓപ്പറേറ്ററിനൊക്കെ എന്ത് വേണം, സ്പീഡിൽ ഡേറ്റ എൻ്റർ ചെയ്യാൻ പറ്റണം. സോ അതിൻ്റെ സ്പീഡ് ചെക്ക് ചെയ്യുന്ന ടൈപ്പിംഗ് ടെസ്റ്റും സ്കിൽ ടെസ്റ്റും ഓരോ പോസ്റ്റുകൾക്ക് അനുസരിച്ച് ഉണ്ടാവുന്നതായിരിക്കും. ഇനി ഇത് കൂടാതെ തന്നെ Tier 1-ൽ വരുന്ന സബ്ജക്റ്റുകൾ ഉണ്ടാകും. Tier 2വിലേക്ക് പോകുമ്പോൾ അത് കൂടാതെ തന്നെ ഒരു കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റും കൂടി ഉണ്ടാകും. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡീപ്പ് ലെവലായിട്ടുള്ള കോഡിങ് അങ്ങനെയൊന്നും അല്ല, ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, ഇൻ്റർനെറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള അതൊക്കെ നമ്മൾ സിലബസ് പറയുമ്പോൾ പറഞ്ഞു പോകാം. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന ഒരു ചെറിയ ടെസ്റ്റും കൂടെ നമ്മുടെ Tier 2വിലേക്ക് വരും. ഓക്കെ, അപ്പോൾ Tier 1ഉം Tier 2ഉം ഉണ്ട്. രണ്ടും മൾട്ടിപ്പിൾ ചോയ്സ് ബേസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ വലിയ സമാധാനമുണ്ട്, ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഒന്നും തന്നെ വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ എക്സാം ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണ്. സോ നമ്മുടെ ഫസ്റ്റത്തെ എക്സാമിനേഷനിൽ ഒരു ക്വസ്റ്റിന് 2 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് മാർക്കിങ്ങും ഉണ്ട്. ഇവിടെ 1/2 മാർക്കിൻ്റെ നെഗറ്റീവ് മാർക്കിംഗ് ആണ് നമുക്ക് ഇവിടേക്ക് വരുന്നത്. ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കിയാൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. ഒരു ക്വസ്റ്റ്യൻ തെറ്റിച്ചാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് 1/2 മാർക്ക് പോകും. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. സോ നമ്മുടെ ഫസ്റ്റ് ടിയറിൻ്റെ എക്സാം പാറ്റേൺ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. 4 സബ്ജക്റ്റുകളുണ്ട്. ജനറൽ ഇൻ്റലിജൻസ്, ജനറൽ അവെയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്ന 4 സബ്ജക്റ്റുകളാണ്. SSCയുടെ മാത്രമല്ല, ഒട്ടുമിക്ക എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസ് നിങ്ങൾ എടുത്താലും അതിൽ ഫസ്റ്റ് വരുന്നത് ഈ 4 സബ്ജക്റ്റുകൾ തന്നെ ആയിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഏത് വേണമെങ്കിലും എടുത്തൊന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കോളൂ, സെയിം തന്നെയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ 4 സബ്ജക്ട്സിനും ഈക്വൽ വെയിറ്റേജ് ആണ്. ഓക്കെ, 4 എണ്ണത്തിൽ നിന്നും 25 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വീതമാണ്, 25 ക്വസ്റ്റ്യൻസ് വീതമാണ് വരുന്നത്. ഒരു ക്വസ്റ്റിന് 2 മാർക്ക് വീതം, ഓരോ സെക്ഷനിൽ നിന്നും 50 മാർക്ക് വീതമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. സോ ടോട്ടലി 200 മാർക്കിനാണ് എക്സാം നടക്കുന്നത്. ഈ 200 മാർക്കിൻ്റെ എക്സാമിന് നിങ്ങൾക്ക് കിട്ടുന്ന സമയം 60 minutes ആണ്. കുറവാണല്ലോ എന്ന് തോന്നും, പക്ഷേ പേടിക്കേണ്ട. നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, നല്ല ഒരു മെൻറ്റർഷിപ്പോട് കൂടി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈസിലി നിങ്ങൾക്കിത് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഒരു ക്വസ്റ്റിന് 1 minute എന്നുള്ള രീതിയിൽ ഒന്നും നിങ്ങൾ പോകേണ്ട കാര്യമില്ല. ഓക്കെ, ഇപ്പോൾ നമ്മുടെ GKയിലെ ക്വസ്റ്റ്യൻസും ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസും ഒക്കെ സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് 1 minute വേണോ? ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ വരുന്നു, അതാണ് ആൻസേഴ്സ് അല്ലേ. മാത്സിനും റീസണിങ്ങിനുമാണ് നിങ്ങൾക്ക് കുറച്ചെങ്കിലും സമയം വേണ്ടി വരുന്നത്. അതും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, കാരണം ഇഷ്ടം പോലെ ട്രിക്സും ഷോർട്ട് കട്ട്സും ഉണ്ട്. അതുപയോഗിച്ച് നിങ്ങൾക്ക് ഈസിലി ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് തന്നിരിക്കുന്ന ടൈമിൻ്റെ ഉള്ളിൽ തന്നെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ Tier 1-ൻ്റെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി നമ്മൾ Tier 2വിലേക്ക് പോവുകയാണ്. സോ Tier 2-നെ നമ്മൾ വിശദീകരിക്കുകയാണെങ്കിൽ ഒരുപാട് വിശദീകരിക്കാനുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷനും ആകും. ഞാനിവിടെ ജസ്റ്റ് സ്ക്രീനിൽ വെച്ചിട്ടുണ്ട്, പക്ഷേ നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ അത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇത് നിങ്ങളുടെ റെഫറൻസിന് വേണ്ടിയിട്ട് മേ ബി നിങ്ങൾക്കിപ്പം സ്ക്രീൻഷോട്ടൊക്കെ എടുക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടി ഞാൻ ജസ്റ്റ് നമ്മുടെ സ്ലൈഡിൽ വെച്ചു എന്നേ ഉള്ളൂ. സോ സെഷൻ 1ഉം സെഷൻ 2ഉം ഒക്കെ ആയിട്ടാണ് നടക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ തന്നെ സെക്ഷൻ 1 ഉണ്ട്, പിന്നെ വീണ്ടും സെക്ഷൻ്റെ ഉള്ളിൽ മോഡ്യൂൾസ് ഉണ്ട്. അങ്ങനെ നമുക്ക് ചിലപ്പം കുറച്ച് കൺഫ്യൂഷൻ ആകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാനിവിടെ അത് തിയറിറ്റിക്കലി വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഞാനത് ഒരു ടേബിളിലാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടേബിളിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ ഈ ടേബിളാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിവിടെ ക്ലിയർ ആയിട്ട് കാണാമല്ലോ. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ സെഷൻ 1ഉം ഉണ്ട്, സെഷൻ 2ഉം ഉണ്ട്. സെഷൻ്റെ ഉള്ളിൽ സെക്ഷൻ ഉണ്ട്, സെക്ഷൻ്റെ ഉള്ളിൽ മോഡ്യൂൾ ഉണ്ട്. അതൊക്കെ പോട്ടെ, അതൊക്കെ മായ്ച്ച് കളഞ്ഞേരെ, നിങ്ങളുടെ റെഫറൻസിന് വേണ്ടി മാത്രം പറഞ്ഞതാണ്. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും ആലോചിക്കുക. ഈ മാത്തമാറ്റിക്കൽ എബിലിറ്റീസ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? Tier 1-ൽ ഉണ്ടായിരുന്നു. റീസണിങ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അതും Tier 1-ലുണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജും ജനറൽ അവെയർനെസ്സും
ഇത് 4 സബ്ജക്റ്റുകളും നമ്മുടെ ടിയർ 1-ൽ ഉണ്ടായിരുന്ന സബ്ജക്റ്റുകളാണ്. ഇപ്പോൾ മനസ്സിലായല്ലോ ടിയർ 1-ൻ്റെ സബ്ജക്റ്റുകൾ എന്തൊക്കെയായിരുന്നു? മാത്സ്, റീസണിങ്, GA ആൻഡ് ഇംഗ്ലീഷ്. അത് 4ഉം നമ്മുടെ ടിയർ 2-ലേക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ പല മോഡ്യൂളായിട്ടും സെക്ഷനായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡിവിഷൻസ് ഒക്കെ പോട്ടെ, ഈ 4 സബ്ജക്റ്റ് വരുന്നുണ്ട്. ഇനി അത് കൂടാതെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് വേറെ കുറച്ച് സബ്ജക്ട്സ് വരുന്നുണ്ട്. അതിലൊന്നാണ് കമ്പ്യൂട്ടർ നോളജ് മൊഡ്യൂൾ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കമ്പ്യൂട്ടറിൻ്റെ ആപ്ലിക്കേഷൻസ്, MS ഓഫീസിൻ്റെ ആപ്ലിക്കേഷൻസും കമ്പ്യൂട്ടറിൻ്റെ ബേസിക് ആയിട്ടുള്ള ചില ഹാർഡ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇൻ്റർനെറ്റിൻ്റെ ബേസിക്സ്, മെയിൽ സെൻഡ് ചെയ്യുന്നതും, ബേസിക്കലി ക്ലറിക്കലായിട്ടുള്ള കാര്യങ്ങൾ കമ്പ്യൂട്ടറിലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഈ ഒരു മോഡ്യൂളിൽ വരുന്നത്. ഇനി അത് വീണ്ടും ഒബ്ജക്റ്റീവ് ബേസ്ഡ് തന്നെയാണ് കേട്ടോ. അതായത് 15 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വീതമാണ് വരുന്നത്. 3 മാർക്ക്, സോറി, ടിയർ 2 ആണ്, അതുകൊണ്ട് തന്നെ 3 മാർക്കാണ്. 2 മാർക്ക് ടിയർ 1-ൽ, 3 മാർക്ക് വരുന്നത് ടിയർ 2-ലാണ് കേട്ടോ. സോ ടിയർ 2-ലേക്ക് വരുമ്പോൾ ഒരു ക്വസ്റ്റ്യന് 3 മാർക്ക് വീതമാണ് വരുന്നത്. ക്ലിയർ? അങ്ങനെ വരുന്ന ഇത് മാത്രമാണ് നമ്മുടെ ടിയർ 2-ൽ എക്സ്ട്രാ ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ മോഡ്യൂളും സെക്ഷനൊക്കെ പോട്ടെ, എക്സ്ട്രാ ആയിട്ട് വരുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി അത് കൂടാതെ തന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഒരു ക്വാളിഫയിങ് ടെസ്റ്റ് ഉണ്ടാവും. ഇത് കംപ്ലീറ്റ്ലി ക്ലറിക്കൽ ആയിട്ടുള്ള പോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി ഇവിടെ അത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ടെസ്റ്റ് ഉണ്ടാകും. അത് ടൈപ്പിങ്ങിൻ്റെ സ്പീഡ് ടെസ്റ്റും ഉണ്ട്, സ്കിൽ ടെസ്റ്റും ഉണ്ട്. സോ ഈ സ്പീഡ് ടെസ്റ്റ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ടായിരിക്കും. സോ അത് ഈ തന്നിരിക്കുന്ന 15 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ, അത് 15, ചിലതിന് 15, അതുപോലെ തന്നെ സ്കിൽ ടെസ്റ്റിന് 15ഉം ടൈപ്പിംഗ് ടെസ്റ്റിന് 10 മിനിറ്റ്സുമാണ് വരിക. ആ ടൈമിൻ്റെ ഉള്ളിൽ നിങ്ങൾ തന്നിരിക്കുന്ന സിസ്റ്റത്തിൽ വേഗം ടൈപ്പ് ചെയ്ത് കയറ്റണം. അതിൽ തന്നെ മിസ്റ്റേക്സ് അധികം ഇല്ലാതെ, മേ ബി 1 മിനിറ്റിൽ ഇത്ര നമ്പർ ഓഫ് കീ ഡിപ്രഷൻസ് പ്രകാരമൊക്കെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കര ടെക്നിക്കൽ കാര്യങ്ങളാണെന്ന് വിചാരിച്ച് ആരും പേടിക്കേണ്ട കാര്യമില്ല. ഇഷ്ടം പോലെ ഫ്രീ സോഫ്റ്റ്വെയർസ് നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങളുടെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള PC-യിലോ ജസ്റ്റ് ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ ഈസിലി പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. എങ്ങനെ കൈ വെക്കണം, എങ്ങനെ ടൈപ്പ് ചെയ്യണം, ഏത് ഫിംഗറിൻ്റെ പൊസിഷൻ എവിടെയാണ് കീബോർഡിൽ വേണ്ടത്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും. ഫ്രീ സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്, ആപ്പുകളുണ്ട്. അത് വെച്ചിട്ട് നിങ്ങളുടെ ടൈമർ വെച്ചിട്ട് വരെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. സോ അത് വെച്ചിട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ഒരു പ്രാക്ടീസും സ്കില്ലും നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ അതൊന്നും ഓർത്ത് ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇതിന് മാർക്കില്ല കേട്ടോ ഈ ടെസ്റ്റിന്. ഇതൊരു ക്വാളിഫയിങ് നേച്ചർ ആയിട്ടുള്ള ടെസ്റ്റാണ്. എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ പാസ്സാവുക അല്ലെങ്കിൽ ഫെയിൽ ആവുക. ഓക്കെ, അപ്പോൾ ഫെയിൽ ആവുന്നതിനെ പറ്റി ചിന്തിക്കേ വേണ്ട. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി, ഡെഫിനറ്റ്ലി ചെയ്യാൻ പറ്റും. ഓക്കെ, ബാക്കിയുള്ള ടിയർ 1ഉം ടിയർ 2ഉം ഒക്കെ പഠിക്കാൻ പറ്റുമെങ്കിൽ ഒരു സ്കിൽ ടെസ്റ്റ് ആണോ ഇത്രയും വലിയ കാര്യം അല്ലേ? അതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. സോ ഇനി സബ്ജക്റ്റുകളുടെ കാര്യം ഞാൻ പറഞ്ഞു. ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ വെയിറ്റേജിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. സോ വെയിറ്റേജ് നിങ്ങളിവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മുടെ ടിയർ 1-ൽ എല്ലാത്തിനും ഒരേ വെയിറ്റേജ് ആണ്, 25 മാർക്സ് ആണ്. അപ്പോൾ ഇനി നിങ്ങൾ ഇതിലേക്ക് വരുമ്പോൾ ഇവിടെ വെയിറ്റേജ് കുറച്ച് മാറുന്നുണ്ട്. വെയിറ്റേജ് കൂടുകയാണ് ചെയ്യുന്നത്. GKയുടെ വെയിറ്റേജ് മാത്രമാണ് കുറയുന്നുള്ളൂ. ബാക്കി എല്ലാത്തിൻ്റെയും വെയിറ്റേജ് ഇവിടെ ആക്ച്വലി കൂടുകയാണ്. നമ്പേഴ്സ്, ഇവിടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് മാത്സിൽ നേരത്തെ 25 ആയിരുന്നു, 30 ആയി, 25 30 ആയി, 25 40 ആയി. ഇത് മാത്രം 25-ൽ നിന്നും 20 ആയി. അതിൽ മാത്രമാണ് ഇവിടെ ഒരു വ്യത്യാസം വരുന്നുള്ളൂ. ഓക്കെ, പിന്നെ പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്തിനാണ് ഞാനിവിടെ യെല്ലോ കളറിൽ ഹൈലൈറ്റ് ചെയ്ത് ഈ 4 സബ്ജക്റ്റാണ് ഇങ്ങോട്ട് വന്നേക്കുന്നതെന്ന് പറഞ്ഞ് സ്ട്രെസ് ചെയ്തിരിക്കുന്നത്? നിങ്ങൾ ടിയർ 1-ൽ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടേക്കും പഠിക്കാൻ പോകുന്നത് അല്ലേ? നിങ്ങളിപ്പോൾ ടിയർ 1-ൽ കോഡിങ് ആൻഡ് ഡീകോഡിങ് പഠിച്ചു. ടിയർ 2-ൽ എത്തുമ്പോൾ അതിൻ്റെ കണ്ടൻറ്റ് മാറുമോ? അതിൻ്റെ കോൺസെപ്റ്റ് മാറുമോ? ഇല്ല. നിങ്ങൾ ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിൽ ട്രെയിനിൻ്റെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ ടിയർ 1-ൽ പഠിച്ചു. ടിയർ 2-ലേക്ക് പോകുമ്പോഴും അത് തന്നെയാണ്. ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ കുറച്ചൊന്ന് മാറുമെന്ന് മാത്രമേ ഉള്ളൂ. പുതിയതായിട്ട് നിങ്ങളൊന്നും പഠിക്കാനില്ല അതിനകത്തേക്ക് പോകുമ്പോൾ. പക്ഷേ നിങ്ങളുടെ സ്പീഡ് കൂട്ടണം. അതായത് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, നമ്പേഴ്സ്, അതായത് ക്വസ്റ്റ്യൻ നമ്പേഴ്സും കൂടിയിട്ടുണ്ട്, ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യൻ്റെ വെയിറ്റേജും കൂടിയിട്ടുണ്ട് അല്ലേ? സോ അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് സ്പീഡാക്കണം. അത് മാത്രമാണ് നിങ്ങളുടെ ടിയർ 2-ലേക്ക് പോകുമ്പോൾ ചെയ്യാനുള്ളൂ. സോ ടിയർ 1 നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ മാക്സിമം ടൈം നിങ്ങൾ പ്രാക്ടീസിന് വേണ്ടി മാത്രം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ ടിയർ 2-ലേക്ക് പോകാൻ പറ്റും.
ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ Tier 2 പാറ്റേൺ എന്ന് പറയുന്നത്. ഇതും എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. സോ നമ്മുടെ സ്കീം ഓഫ് ദി എക്സാമിനേഷൻ അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെലക്ഷൻ പ്രോസസ്സ് എല്ലാവർക്കും മനസ്സിലായല്ലോ. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ സിലബസ് ആണ്. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് നോട്ടിഫിക്കേഷനിൽ നിന്ന് തന്നെ എടുത്തിരിക്കുന്ന സിലബസ് ആണ്. അപ്പോൾ ഇത് ഓരോന്നായിട്ട് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല. ജസ്റ്റ് എന്തൊക്കെയാണ് ഇതിൽ ഓരോന്നിലും വരിക എന്നുള്ള കാര്യം മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. നമ്പർ സിസ്റ്റംസ് നോക്കുകയാണെങ്കിൽ പൊതുവേ നമ്പർ സിസ്റ്റംസിൽ എന്തൊക്കെ പഠിക്കും? നമ്പേഴ്സിൻ്റെ കൺവേർഷൻസ് ഒക്കെ അല്ലേ, ഡെസിമൽ ടു ഫ്രാക്ഷൻ, ഫ്രാക്ഷൻ ടു ഡെസിമൽ, പിന്നെ ടൈപ്സ് ഓഫ് നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ്, അത് തമ്മിലുള്ള റിലേഷൻഷിപ്സ്, ഇതൊക്കെ തന്നെയാണ് ഇതിലും വരുന്നുള്ളൂ. പിന്നെ വരുന്നത് അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് ആണ്. സോ ബേസിക് ആയിട്ടുള്ള പെർസെൻറ്റേജ് കാൽക്കുലേഷൻ, റേഷ്യോസ്, പിന്നെ സ്ക്വയർ റൂട്ടുകൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ആവറേജ് എന്താണ്, ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പിന്നെ മിക്സ്ചേഴ്സ് ആൻഡ് ആലിഗേഷൻ, പ്രോഫിറ്റ് ലോസ്, ഇതൊക്കെ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ വരുന്ന സിലബസിൻ്റെ കാര്യങ്ങളാണ്. അതെല്ലാം തന്നെ ഇതിലും വരും. അടുത്തത് ആൽജിബ്രയാണ് അല്ലേ. സോ ആൽജിബ്രയൊക്കെ നമ്മുടെ സ്കൂൾ ലെവലായിട്ടുള്ള ആൽജിബ്രയാണ് കേട്ടോ. നിങ്ങളിതൊന്നും വലിയ കാര്യമാണെന്ന് വിചാരിച്ച് പേടിക്കരുത്. നമ്മുടെ 10th സ്റ്റാൻഡേർഡ് ലെവലിൽ വരെ ഉള്ളതേ ഉള്ളൂ. 11th 12th മാത്സ് പോലും ഇല്ല. 12th ലെവൽ എക്സാം ആണ് CHSൽ. പക്ഷേ ഇൻറ്റഗ്രേഷൻ, ഡിഫറൻസിയേഷനോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മുടെ 10th വരെയുള്ള മാത്സ് മാത്രമേ ഉള്ളൂ. പിന്നെ വരുന്നത് ജിയോമെട്രിയാണ്. ജിയോമെട്രിയുടെ എല്ലാവർക്കും അറിയാം. നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? സ്ട്രെയിറ്റ് ലൈൻസ് തൊട്ടങ്ങ് സ്റ്റാർട്ട് ചെയ്യുക അല്ലേ. പലതരത്തിലുള്ള ലൈനുകൾ, ട്രാൻസ്വേഴ്സൽസ്, പാരലൽ ലൈൻസ്, പിന്നെ സർക്കിൾസ്, ട്രയാങ്കിൾസിൽ തന്നെ പല ക്രൈറ്റീരിയൻസ് ഉണ്ടല്ലോ. സിമിലാരിറ്റി ക്രൈറ്റീരിയൻ ഉണ്ട്, കോൺഗ്രുവൻസി ഉണ്ട്, പിന്നെ അതിൽ തന്നെ വരുന്ന പല ടൈപ്സ് ഓഫ് സെൻറ്റേഴ്സ് ഓഫ് ട്രയാങ്കിൾ, ഇൻ സെൻറ്റർ, പിന്നെ നിങ്ങൾക്കറിയാലോ ഓർത്തോ സെൻറ്റർ, അങ്ങനെ സെൻട്രോയിഡ്, അങ്ങനെ ഒരുപാട് ടേമുകളുണ്ട്. അതൊക്കെ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അടുത്തത് അവിടെ മെൻസുറേഷൻ ആണ്. മെൻസുറേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏരിയാസ് ആൻഡ് വോള്യൂംസ് ആണ്. സോളിഡ് ഷേപ്സും ഉണ്ടാകും, പ്ലെയിൻ ഷേപ്സും ഉണ്ടാകും. അപ്പോൾ അവ തമ്മിലുള്ള റിലേഷൻഷിപ്പും ഒക്കെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. പിന്നെ വരുന്നത് ട്രിഗ്നോമെട്രി ആണ്. ട്രിഗ്നോമെട്രിയിൽ നിങ്ങൾക്കറിയാം സൈൻ തീറ്റ, കോസ് തീറ്റ, ആ കാര്യങ്ങളൊക്കെയാണ് ട്രിഗ്നോമെട്രി. സോ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ 11th 12th ലെവലിലേക്ക് പിന്നെയും നിങ്ങൾ പോകേണ്ട കാര്യമില്ല. ബേസിക് ആയിട്ടുള്ള ട്രിഗ്നോമെട്രിക് റേഷ്യോസും ഐഡൻറ്റിറ്റീസും ഒക്കെയാണ് നമ്മൾ ഇവിടെ ഉണ്ടാവുക, നമ്മുടെ എക്സാമിൽ ചോദിക്കുക. പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷനായിട്ട് ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസസും വരും. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഫ്രീക്വൻസി, പോളിഗൺ ഉപയോഗിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, മീൻ, മോഡ്, മീഡിയൻ, അതുപോലെ തന്നെ ബാർ ചാർട്ടും പൈ ചാർട്ടും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നത്. അടുത്തത് ജനറൽ ഇൻ്റലിജൻസ് ആണ്. സോ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്താ പറയുക സ്ഥിരമായിട്ട് വരുന്ന ടോപ്പിക്കുകൾ തന്നെയാണ്. അനാലജിയിൽ നിന്ന് അങ്ങ് തുടങ്ങും അല്ലേ. അനാലജി ഉണ്ട്, പിന്നെ അതിൽ തന്നെ ഫിഗർ അനാലജി ഉണ്ട്, നമ്പർ ബേസ്ഡ് ഉണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ സബ് ടോപ്പിക്സ് വരുന്നുണ്ട്. പിന്നെ സ്പേഷ്യൽ അലൈൻമെൻറ്റ് അടിസ്ഥാനമാക്കിയിട്ടുള്ള അല്ലെങ്കിൽ സ്പേഷ്യൽ റീസണിങ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, ഈ ക്യൂബുകളും ഡൈസുകളും ഒക്കെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. പിന്നെ നമ്മുടെ സീരീസ് ഉണ്ട്, നമ്പർ സീരീസ്, ഫിഗർ സീരീസ്, വേർഡ് ബേസ്ഡ് ആയിട്ടുള്ള സീരീസ്, ആൽഫബറ്റ് സീരീസ് ഒക്കെ ഉണ്ടാകും. പിന്നെ പലതരത്തിലുള്ള ക്രിട്ടിക്കൽ തിങ്കിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും, സോഷ്യൽ ഇൻ്റലിജൻസ് എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് കൺക്ലൂഷനോ സ്റ്റേറ്റ്മെൻറ്റ് ആർഗ്യുമെൻറ്റോ, കോസ് ഓഫ് ആക്ഷൻ, കോസ് ആൻഡ് എഫക്റ്റ് തുടങ്ങിയ തരത്തിലുള്ള ചോദ്യങ്ങൾ വരും. കോഡിംഗ്, ഡീകോഡിംഗ്, ഡിറക്ഷൻ, സെൻസ്, ബ്ലഡ് റിലേഷൻഷിപ്പ്. സോ പൊതുവായിട്ട് നമ്മുടെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ വരുന്ന ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ തന്നെയാണ് വരുന്നത്. ഇനി വരുന്നത് നമ്മുടെ ജനറൽ അവയർനെസ് ആണ്. സോ ജനറൽ അവയർനെസ് എല്ലാവർക്കും അറിയാമല്ലോ. നമുക്ക് അവിടെ സ്റ്റാറ്റിക് GK ഉണ്ട് അല്ലേ. അതായത് മാറാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഇന്ത്യയുടെ ക്യാപിറ്റൽ അത്രയും സിമ്പിളായിട്ട് വരില്ല, എന്നാലും ബേസിക് ആയിട്ടുള്ള മാറാത്ത കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ കറണ്ട് അഫെയർസ് ഉണ്ട്. ഒരു 6 മാസം തൊട്ട് 2 വർഷം വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കറണ്ട് അഫെയർസിൽ പഠിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വരും. പിന്നെ പ്രധാനമായിട്ടും വരുന്നത് ഇന്ത്യയുടെ ഹിസ്റ്ററി, ഇന്ത്യയുടെ ജിയോഗ്രഫി, ഇന്ത്യയുടെ പൊളിറ്റിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഇക്കണോമി തുടങ്ങിയ കാര്യങ്ങളൊക്കെ അടിസ്ഥാനമാക്കിയിട്ടും ചോദ്യങ്ങൾ വരും. ഇതൊക്കെ സിലബസിലുണ്ട്. അടുത്തത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. പ്രധാനമായിട്ടും ഗ്രാമർ റിലേറ്റഡ് ആയിരിക്കും വരിക. എന്ന് വെച്ചാൽ എറർ കണ്ടുപിടിക്കുക, തന്നിരിക്കുന്ന സെൻറ്റൻസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക, അതിന് പകരം അത് കറക്റ്റ് ചെയ്യുക. പിന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, തന്നിരിക്കുന്ന സെൻറ്റൻസസ് ഫ്രേസസ് ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്യുക, ആൻറ്റണിംസ് കണ്ടുപിടിക്കുക, സിനോണിംസ് കണ്ടുപിടിക്കുക. പിന്നെ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും, ഡിറക്റ്റ് സ്പീച്ച്, ഇൻഡിറക്റ്റ് സ്പീച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ചില കേസസിൽ സെൻറ്റൻസസ് റീഅറേഞ്ച് ചെയ്യാനുണ്ടാവും. ഒരു പാരാഗ്രാഫിലെ സെൻറ്റൻസസ് ജംബിൾഡ് ആയിരിക്കും, അതിനെ കറക്റ്റ് ആക്കുക. പിന്നെ കോംപ്രിഹെൻഷൻ ഓഫ് ദ ഗിവൻ പാസേജ്, തന്നിരിക്കുന്ന പാസേജ് വായിച്ച് അതിനുള്ള ഉത്തരം കണ്ടുപിടിക്കും. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും വരും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ Tier 1-ൻ്റെ സിലബസിൽ വരുന്നത്. ഇത് തന്നെയാണ് Tier 2-ലേക്കും പോകുന്നത്. പക്ഷേ ക്വസ്റ്റ്യൻസിൻ്റെ ലെവലിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ,
അപ്പോൾ ഇവിടെ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും പ്രത്യേകിച്ചില്ല. നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസിലി നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം ഇത്രയേ ഉള്ളൂ, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നമ്മുടെ കംഫർട്ടിൽ ഇന്ന് സോൾവ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. പക്ഷേ തന്നിരിക്കുന്ന ഈ സ്റ്റിപ്പുലേറ്റഡ് ടൈമിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കത് സോൾവ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലേ. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് നല്ല പ്രാക്ടീസ് വേണം. നല്ല പ്രാക്ടീസിന് നല്ല ഗൈഡൻസ് വേണം. സോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ ഇവിടെ ഒരു നമ്പർ കാണിച്ചിട്ടുണ്ട്. ഈ നമ്പറിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ കോഴ്സിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഓഫർ പ്രൈസസും ഒക്കെ അറിയാൻ ഈ ഒരു നമ്പർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇനി അതല്ല എക്സാമിനേഷനെ പറ്റിയിട്ടോ നിങ്ങളുടെ എലിജിബിലിറ്റീനെ പറ്റിയിട്ടോ എന്തെങ്കിലും ക്വയറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നമ്മുടെ ഇവിടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൽ നിങ്ങളുടെ ക്വയറി എഴുതി ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ കൗൺസിലർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക. നല്ല മെൻറ്റർഷിപ്പോടുകൂടി തന്നെ പഠിക്കുക. നിങ്ങൾ സമയം വേസ്റ്റ് ആക്കരുത്. ജൂൺ ജൂലൈയിൽ എക്സാം ആണ്. അപ്പോൾ ഏറ്റവും ഫാസ്റ്റായിട്ട് നല്ല സ്പീഡിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല മെൻറ്റർഷിപ്പ് ഡെഫിനറ്റ്ലി വേണം. സോ നമ്മുടെ ടീം എൻട്രിയിൽ റെഡിയാണ്. അതിൻ്റെ കോഴ്സസ് ഒക്കെ നമ്മുടെ ആപ്പിൽ ഓൾറെഡി അവൈലബിൾ ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഈ നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.